മറ്റു നായികമാരൊക്കെ രേണു സുധിയെ കണ്ടുപിടിക്കും. എന്തൊരു അഭിനയം! ഓഹോ, ഓസ്കാർ അവാർഡ്. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ വരുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. രേണു സുധി, കൊല്ലം സുധിയുടെ ഭാര്യ, വിവാദങ്ങളിൽ എപ്പോഴും ഏർപ്പെടുത്തുന്നതിൽ ഹരം കാണുന്നവർ, അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് വിവാദങ്ങളിൽ ചെന്ന് നടന്ന വിവാദ നായിക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് രേണു സുധിയെ വിശേഷിപ്പിക്കാം. ഏത് ട്രോൾ എടുത്താലും, ഏത് സോഷ്യൽ മീഡിയ എടുത്താലും, ഏത് ചാനൽ എടുത്താലും, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും രേണു സുധി തരംഗമാണ്. രേണു സുധിയാണ് ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും തിരഞ്ഞു നിൽക്കുന്ന താരം. ഇപ്പം രേണു സുധിയുടെ ഒരു ഓസ്കാർ അഭിനയത്തെക്കുറിച്ച് പറയാം. രേണു സുധി ഈ സൂചാട്ടൻ്റെ ആണ്ട് ആറാവാണ്. അപ്പോൾ രേണു സുധി അവരോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, രേണു സുധി ഒരു ഇൻ്റർവ്യൂ പറയുവാണ്. സൂചാട്ടൻ്റെ കാര്യം എടുത്തിട്ടപ്പോഴാണ് പറഞ്ഞു, ഇനി എല്ലാവരും കൂടെ പഴയ പോലെ എല്ലാവരും വീട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കെട്ടിഘോഷിക്കുന്നൊന്നുമില്ല. പിന്നെ സൂചാട്ടൻ എവിടെയാണ്, സൂചാട്ടൻ്റെ ആയുസ്സിന് നല്ലതേ വരുത്തുള്ളൂ എന്നൊക്കെ പറയാം. അതൊക്കെ നല്ല കാര്യമാണ്. എന്നിട്ട് രേണുസുധിക്ക് അപ്പോൾ തന്നെ രേണുസുധി സെൻഡ് ഇടുക. അതുവരെ രേണുസുധി ഭയങ്കര സന്തോഷിച്ച് ഒക്കെ ഇരുന്ന് ഈ ആങ്കർ അവരോട് ചോദിച്ച് ഇന്ന ഇതിലല്ലേ സുധിച്ചേട്ടൻ്റെ ആണ്ട് എന്ന് ചോദിച്ചപ്പം രേണുസുധി അപ്പോഴാണ് ഈ കാര്യം ഓർത്തത്. നമുക്കത് ഇത് അവരുടെ ഫേസിൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ അറിയാം. അപ്പോൾ അയ്യോ സുധിച്ചേട്ടൻ്റെ ആണ്ടാണല്ലോ, എന്നാൽ പിന്നെ അത് വെച്ച് നമുക്കൊരു ചെറിയൊരു ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് രേണുസുധി അവിടെ ഒരു സൃഷ്ടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ ആൾക്കാരെ ചുമ്മാതല്ലേ ഇവരായിട്ട് ഇങ്ങനെ ഈ അമ്മാനമാടുന്ന ട്രോളുകളായിട്ടും കളിയാക്കലായിട്ടും തെറിവിളിയായിട്ടൊക്കെ. അപ്പം നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് സൂചാട്ടനെ കുറിച്ച് ഇവരോട് പറയുമ്പോൾ അവരുടെ മുഖത്തെ റിയാക്ഷൻ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറയാം. പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ആ കാര്യം അവർ ഓർത്തത്, അയ്യോ സൂചാട്ടൻ്റെ ആണാണ്. അപ്പം കഴിഞ്ഞ തവണത്തെ സൂചാട്ടൻ്റെ ആണ്ടിൽ ഞാൻ എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ആരും ക്ഷണിക്കുന്നില്ല, സൂചാട്ടൻ എവിടെയാണ് നല്ലത് വരുത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ആ സമയത്താണ് ഈ ഒരു സംഭവം തന്നെ ഓർക്കുന്നത് തന്നെ. ആ ആങ്കർ പറഞ്ഞപ്പോൾ ആ സമയത്ത് അവരത് ഓർത്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രേണുസുധി നല്ലൊരു അഭിനേത്രിയും കൂടിയാണ്. രേണുസുധി സത്യം പറഞ്ഞാൽ അവർക്ക് ജെന്യുവനായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇതാണെങ്കിൽ അവർ പറയോ സുജാന, നമുക്ക് തന്നെ ഒരു മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം അയ്യോ ഒത്തിരി ഫീലിങ്സ്. ഇതൊരു ഫീലിങ്സും ഇല്ല, ഒരു ഫീലിങ്സും ഇല്ലാതെ ആങ്കർ ചോദിച്ചപ്പം അയ്യോ സൂചാറിൻ്റെ ആണ്ടാണ് അങ്ങനെയുള്ള ഒരു നമ്പറൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് സെൻറ്റിയൊക്കെ അടിച്ച് നിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കും. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യർക്കറിയാം അവർ പറയുന്ന പകുതി കള്ളത്തരാണ് അല്ലെങ്കിൽ അവർ പറയാൻ ആക്ടിങ് ആണ് മനസ്സിലാവും. ഞാൻ രേണുസുധിയുടെ ഒരുപാട് വിമർശിച്ചിട്ടുമുണ്ട്, രേണുസുധിയുടെ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരാളാണ്. എന്നുവെച്ചാൽ പല കാര്യങ്ങളും രേണുസുധീനെ പല ആളുകളും വേണ്ടാത്ത രീതിയിലൊക്കെ ഇട്ട് വിമർശിക്കുമ്പോൾ ഞാൻ അവർക്ക് നല്ല സപ്പോർട്ടും പിന്തുണയും കൊടുത്ത ഒരാളാണ്. പക്ഷേ ഇപ്പം നമ്മൾ അവർ കാണിക്കുന്ന കാട്ടായത്തിന് നമ്മൾ റിയാക്ഷൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. താങ്ക് യു, ബൈ ബൈ.